ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാള സിനിമ ഇന്ന് ഭരിക്കുന്നത് അശ്വന്ത് കോക്കാണോ? ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇന്ന് പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് സിനിമയെ വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യവും അതുതന്നെയാണ്. അശ്വന്ത് കോക്ക് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ പിന്നെ പടം കൊള്ളില്ല. അശ്വന്ത് കോക്ക് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സിനിമ കൊള്ളില്ല. ഇത് തന്നെയാണ്. ഒരു കാര്യം പറയാം, മലയാള സിനിമയെ തകർക്കുന്നത് അശ്വന്ത് കോക്കാണോ? അത് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അങ്ങോട്ടിട്ട് തരുന്നു. ഒരു മര്യാദയൊക്കെ വേണ്ടടേ, റിവ്യൂ അതിര് കടക്കുന്നു എന്നുള്ള ചിലരുടെ ചോദ്യം. എനിക്ക് പേഴ്സണലായിട്ട് അശ്വന്ത് കോക്ക് എന്ന ആ ഒരു റിവ്യൂവറെ വളരെ ഇഷ്ടമാണ്. കാരണം സ്വന്തം ശൈലിയിൽ നല്ല രസകരമായിട്ട് വടിവൊത്ത രീതിയിൽ ഓരോ സിനിമയും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ 150 രൂപ കൊടുത്തിട്ട് അദ്ദേഹം സിനിമ കണ്ടിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയാം, ഇന്ന് ചില സമയങ്ങളിൽ ചിലർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചില സമയങ്ങളിൽ അദ്ദേഹത്തോട് വിരോധം തോന്നുകയും ചെയ്യാറുണ്ട്. എപ്പോഴാണ് വിരോധം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവരവർക്കിഷ്ടമുള്ള താരങ്ങളുടെ സിനിമയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുമ്പോൾ അവർക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. എതിരാളിയുടെ സിനിമ മോശമാണെന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർക്ക് ഭയങ്കര സന്തോഷം വരും. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അശ്വന്ത് കോക്ക് സമീപകാലത്ത് റിവ്യൂ ചെയ്ത 2 സിനിമകൾ, മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ, മറ്റൊന്ന് മമ്മൂക്കയുടെ സ്റ്റൈലിഷ് മൂവി ബസൂക്ക. ഈ 2 ചിത്രവും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള റിവ്യൂ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ഒരുപാട് പേർക്ക് വേദനിച്ചിട്ടുണ്ടാകും, ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം, അദ്ദേഹം കാശ് കൊടുത്തിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പഠിപ്പും വിവരവുമുള്ള മലയാളികൾ ഇന്നും വിശ്വസിക്കുന്നു അശ്വന്ത് കോക്കിൻ്റെ ബേസിലുള്ള റിവ്യൂ ആണ് ഭയങ്കരം എന്നുള്ളത്. അതിലേക്ക് പോകാൻ വളരെ മണ്ടത്തരമല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അയാളുടെ ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങൾ പറയുന്നു, അയാളുടെ കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം അങ്ങനെ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ആ ഒരു രീതിയിൽ കണ്ടാൽ പറയും. ഇനിയും സിനിമാ മേഖലയിലുള്ള ചില പണ്ഡിതന്മാരുണ്ട്, അവർ പറയുന്നു അശ്വന്ത് കോക്കിനെ ഒതുക്കണം, അശ്വന്ത് കോക്ക് കാരണമാണ് സിനിമ നശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവരോടുമുള്ളതാണ്. അശ്വന്ത് കോക്ക് വളരെ മോശമെന്ന് പറഞ്ഞ സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ കളക്ഷൻ നോക്കുക, 200 കോടിക്ക് മുകളിലായിട്ടുള്ളത്. അശ്വന്ത് കോക്ക് ഭീഷ്മപർവം എന്ന സിനിമ മോശമെന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മലയാള സിനിമയെ തകർക്കുന്നത് അശ്വന്ത് കോക്കാണോ, അതോ മണ്ടത്തരത്തിലൂടെ ഇങ്ങനെയുള്ള റിവ്യൂവിനെ മാത്രം വിശ്വസിച്ച് പോയി എന്നിട്ട് സിനിമ കാണാമെന്നോ അല്ലെങ്കിൽ സിനിമ കാണാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇനി മലയാള സിനിമ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്തിലുള്ള ഒരുപാട് പേർ പല ചാനൽ ചർച്ചകളിൽ പോലും വലിയ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ അശ്വന്ത് കോക്കിനെ ഇത്ര കാര്യമാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങേരെ നേരെയാക്കാൻ നടക്കുന്ന, അയാളെ ഒതുക്കാൻ നടക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ട് നല്ല പടം ചെയ്താൽ അശ്വന്ത് കോക്കല്ല ആര് പറഞ്ഞാലും പടം വിജയിക്കും എന്നുള്ള അതീ മലയാള സിനിമ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അശ്വന്ത് കോക്ക് അയാൾക്ക് ഇഷ്ടം പോലെ സിനിമ കാണുന്നു, അയാളുടെ റിവ്യൂ പറയുന്നു, അയാൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരതിനകത്തിലേക്ക് കാണുന്നു, അയാളുടെ ചാനൽ വളരുന്നു, അയാളെക്കുറിച്ചുള്ള ഒരു പബ്ലിസിറ്റി ഇന്ന് മൊത്തം. അതായത് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രിവ്യൂ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു, കുറച്ച് സീനുകൾ കണ്ടിരുന്നു. അതിൽ കുറേ ഈ പറഞ്ഞ പോലെ റിവ്യൂവേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നൊക്കെ സീനുകളുമായിട്ട്, സിനിമയുടെ പേര് തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഈ അശ്വന്ത് കോക്ക് അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമയെക്കുറിച്ച് പോലും ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അശ്വന്ത് കോക്ക് ഒരു നല്ല റിവ്യൂവർ തന്നെയാണ്. അയാളുടെ വ്യൂവിലൂടെയുള്ള കാര്യങ്ങൾ പറയുന്നു, അത് വേണമെങ്കിൽ കേൾക്കാം. അയാൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അയാൾ ഈ ചാനൽ നടത്തുന്നത് അയാളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യമല്ല. അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് അയാൾ പറഞ്ഞു പോകുന്നു. ഇനിയും ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആരുടെയും വീട്ടിലിരിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ വേറെ ഒന്നും ബേസ് ചെയ്തിട്ടില്ല. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ സ്വത്താണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന നടന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് പബ്ലിക് സ്വത്ത് തന്നെയാണ്. ഇനിയും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അവരെ മോശമാക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിനകത്തൊക്കെ ഒരു കാര്യം നമുക്ക് നോക്കുന്നുണ്ട്, നല്ല നല്ല സിനിമകളുടെ റിവ്യൂസ് പറയുമ്പോൾ അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, എനിക്കൊരിക്കൽ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ജയിലർ എന്ന സിനിമയിൽ മോഹൻലാലിനെ കണ്ടിട്ട് അതിഗംഭീരം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ഫാൻ ബേസ് പുറത്തേക്ക് വരുന്ന കാര്യം കണ്ടു. അതിൽ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിനോട് തൃപ്തിക്കുറവുള്ളത്. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം